ഹായ് ഫോക്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ മാർക്കറ്റ് മേക്കർ സീരീസിലും പറഞ്ഞിരുന്ന പോലെ നമ്മുടെ മാർക്കറ്റ് ബയേഴ്സ് ആൻഡ് സെല്ലിംഗ് പ്രഷറിലല്ല മൂവ് ചെയ്യുന്നത്, സപ്ലൈ ഡിമാൻഡിന്റെ രീതിയിലും അല്ല പ്രൈസ് മൂവ് ചെയ്യുന്നത്. പ്രൈസ് ആൽഗോരിതമിക്കലി ഡ്രിവൺ ആണ്. ഒരു കമ്പ്യൂട്ടർ ആൽഗോരിതമാണ് പ്രൈസ് കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ആൽഗോരിതത്തിന്റെ ഫങ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. സോ ഒരു ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പൊ മാത്തമാറ്റിക്സിന്റെ ടേമിൽ പറയുവാണെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആണ്, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ടേമിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ആൾക്കാർക്കും ഒരു ഫംഗ്ഷൻ എന്നുള്ള ഒരു രീതിയിലാണ് അറിയാൻ പറ്റുന്നത്. സോ നമുക്ക് ആ ഒരു ആൽഗോരിതത്തിന് 3 ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്. സോ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കുവാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഒരു സാധനം അകത്തേക്ക് എടുത്തിട്ട് ആ സാധനം പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ ഒരു വേറൊരു സാധനമാക്കി മാറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതൊരു കോഫി മെഷീൻ ആണെന്ന് വെച്ചു. ആ ഒരു കോഫി മെഷീൻ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിൽക്ക് എടുക്കും, അതേപോലെ വാട്ടർ എടുക്കും, അതേപോലെ കോഫി പൗഡർ എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ കോഫി ബീൻസ് എടുക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ളത് കോഫിയാണ്. ഓക്കെ, സോ ഇതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ ആൾക്കാരുടെ ടേമിൽ ഇതൊരു കോഫി ആൽഗോരിതം എന്ന് പറയാം. നമുക്ക് മാത്തമാറ്റിക്സ് ടേംസിൽ ഇതൊരു എന്താ പറയാ, ആൽഗോരിതം ഇതൊരു ഫംഗ്ഷൻ ആണ്, മേ ബി ഒരു കഫേ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ വിളിക്കാം. സോ ഇങ്ങനെയാണ് ഒരു ആൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽമാൻ അല്ലെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്കൊരു ഡിസൈർഡ് ഔട്ട്പുട്ട്സ്, നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മണലും അതേപോലെ കല്ലും സിമെന്റും എല്ലാം എടുത്തിട്ട് നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് തരുന്നു മറ്റേ മെഷീൻ, മറ്റേ കറങ്ങുന്ന മെഷീൻ. അപ്പം അതൊരു ഫംഗ്ഷൻ ആണ്. സോ ഈ ഒരു സെയിം രീതിയിലാണ് മാർക്കറ്റ്സും വർക്ക് ആവുന്നത്. സോ ആ ഒരു മാർക്കറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആൽഗോരിതത്തിന്റെ പേരാണ് ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി ആൽഗോരിതം. ഓക്കെ, അതിനാണ് നമ്മൾ ഇബ്ഡ എന്ന് പറയുന്നത്. സോ ഈ ഇബ്ഡാനെ നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടെന്ന് വെച്ചോ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ആൾക്കാർ പല രീതിയിൽ കാണുന്നവരുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനെ മാർക്കറ്റ് മേക്കർ സീരീസിന്റെ രീതിയിൽ കാണുന്നത്, മാർക്കറ്റ് മേക്കർ മോഡലിന്റെ രീതിയിൽ കാണുന്നവരുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി രീതിയിൽ കാണുന്നവരുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് റേഞ്ചിന്റെ ബേസിൽ 50% റേഞ്ചിന്റെ ബേസിൽ കാണുന്നവരുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ബേസിൽ കാണുന്നവരുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനെ നമുക്ക് എന്താ പറയുക, DRT ലെവൽസിന്റെ രീതിയിൽ കാണുന്നവരുണ്ട്. അപ്പം ഞാനിപ്പോ ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ല് ചെയ്യുവാണ്, എന്നിട്ട് ഞാൻ ഇവിടെ എക്സിറ്റ് അടിക്കുന്നു. അതേസമയം എന്റെ വേറൊരു പെർസ്പെക്റ്റീവിൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു ഈ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ചാനലിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിലല്ല, ഈ ചാനലിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ ഡിഫറെന്റ് മോഡൽസും. സോ ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്യുമ്പം വേറൊരാള് ഇവിടുന്നായിരിക്കും ബൈ ചെയ്യുന്നത്. സോ ഞാൻ എന്റെ പൊസിഷൻ എക്സിറ്റ് അടിക്കുമ്പോഴായിരിക്കും വേറൊരാൾ അയാളുടെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മുടെ മൂവ്മെന്റ് ആണ്. അപ്പം ഓരോരുത്തരും യൂസ് ചെയ്യുന്ന മോഡൽസും ഓരോരുത്തരും യൂസ് ചെയ്യുന്ന, ലൈക്ക് ഇപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ 2022 മോഡൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. ഒരുപാട് പേരിലേക്ക് ഓർഡർ ബ്ലോക്സിന്റെ ബേസിൽ ട്രേഡ് ചെയ്യുന്നവർ കാണും. ഒരുപാട് പേര് ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ ബേസിൽ ട്രേഡ് ചെയ്യുന്നവർ കാണും. ഒരുപാട് പേര് ഒരു സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് അക്യുമുലേഷൻ ബിഗിനേഴ്സ് ട്രേഡ് ചെയ്യുന്നവർ കാണും. സോ നമുക്ക് ഓരോ പെർസ്പെക്റ്റീവിലും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം. പക്ഷെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്താലും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഇബ്ഡ എന്നുള്ള ഒരു ആൽഗോരിതമാണ്. സോ ആ ആൽഗോരിതത്തിന്റെ ഇൻപുട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ആ ഒരു ഇൻപുട്സിന്റെ ഞാൻ എക്സാക്ട്ലി ആ ഒരു ഇൻപുട്സിന്റെ എന്താ പറയാ, ആ ഒരു പ്രയോറിറ്റി ബേസിൽ തന്നെയാണ് നെയിം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ളത് നമുക്ക് ടൈം തന്നെയാണ്. നമുക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണ് നമ്മുടെ കറണ്ട് പ്രൈസ് വരുന്നത്. നമ്മുടെ തേർഡ് പ്രയോറിറ്റി ആണ് നിങ്ങളൊക്കെ നോക്കുന്ന ഈ PDRAS അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഒരു ഓപ്പണിംഗ് പ്രൈസസ്, ലിക്വിഡിറ്റി പോയിന്റ് എന്നൊക്കെ ഉള്ളത്, ഈ 3 കാര്യങ്ങളും. ഓക്കെ, സോ ആൽഗോരിതത്തിന് ആദ്യം നോക്കാനുള്ളത് ഇപ്പം ടൈം എന്തായി. ഓക്കെ, ടൈം ഇപ്പം 10:35. ഓക്കെ, ഇങ്ങനത്തെ ഒരു ടൈമാന്ന് വെച്ചോ. ഈ ഒരു ടൈമില് നിങ്ങൾക്ക് എക്സാക്ട്ലി പ്രൈസ് എവിടാണ് കറന്റ്ലി അപ്പൊ പ്രൈസ് നിൽക്കുന്നത് എന്താ പറയാ ഒരു 2500 എന്നുള്ളതിലാണ്. സോ നിങ്ങളുടെ പ്രീവിയസ് റെഫറൻസ് പോയിന്റ് ഏതാണ്? നിങ്ങളുടെ പ്രീവിയസ് റെഫറൻസ് പോയിന്റ് ഒരു എന്താ പറയാ ഒരു ലിക്വിഡിറ്റി പൂൾ ആവാം. ഓക്കെ, ഇത് 3ഉമാണ് നമ്മുടെ ആൽഗോരിതത്തിന്റെ ഇൻപുട്സ്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ മില്ലി സെക്കൻഡ്സിലും പ്രൈസ് ഡെലിവർ ആവുന്നുണ്ട്. ഏറ്റവും ലോവസ്റ്റ് ടൈം ഫ്രെയിം കറന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന 1 സെക്കൻഡ് ആണ്. സോ കമ്പ്യൂട്ടർ അതിലും ഫാസ്റ്റ് ആണ്. 1 സെക്കൻഡ് ചാർട്ടിന്റെ 1 സെക്കൻഡിന്റെ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നതും, ലൈക്ക് ഇപ്പം ഇതൊരു
1 സെക്കൻഡിന്റെ ക്യാൻഡിൽ ആണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നതും മാർക്കറ്റ് മേക്കർ മോഡൽ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഈ ഒരു 1 സെക്കൻഡിന്റെ ക്യാൻഡിലും മില്ലി സെക്കൻഡ്സിൽ ഈ ഒരു ഫ്രാക്ടൽ രീതിയിലാണ് ഫോം ആവുന്നത്. സോ കമ്പ്യൂട്ടർ ഭയങ്കര ഫാസ്റ്റ് ആണ്, പ്രോസസ്സിംഗ് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ മില്ലി സെക്കൻഡ്സിലും അല്ലെ സെക്കൻഡ്സിലും നിങ്ങൾ നോക്കുന്ന ടൈം ഫ്രെയിമിന്റെ കറസ്പോണ്ടൻസ് ആയിട്ട് ഇപ്പോഴത്തെ ടൈം 10:35. ഈ 10:35ന്റെ പുറകിൽ ഒരു ഇതുണ്ട്. 1 + 0. ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. 1 + 0 നമ്മുടെ +3 + 5 നമുക്ക് ആഡ് ചെയ്യുമ്പം 3, 5, 8, 9, 9 വരുന്നു. ഓക്കെ, ഇതൊരു സ്പെസിഫിക് ആൽഗോരിതമിക് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഇതിലോട്ട് പറയാം. സോ ആ ഒരു എക്സാക്ട് ഇത് നമ്മുടെ ഒരു എക്സാക്ട് പ്രൈസ് പോയിന്റിൽ നിൽക്കുന്നു. ആ ഒരു പ്രൈസ് പോയിന്റ് ഒരു ലിക്വിഡിറ്റി പൂളിൽ പോകുന്നു. ചിലപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ടായിരിക്കും പ്രൈസ് ഭാവിയിൽ റിവേഴ്സ് ആകുമ്പോൾ. സോ ആ ഒരു ലിക്വിഡിറ്റി പൂള് മേ ബി എന്താ പറയാ, നമുക്ക് 2700 ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു 2700 നിങ്ങൾ ഡൈസെക്ട് ചെയ്യുവാണെങ്കിലും 2 + 7 എന്നുള്ളത് ഒരു സ്പെസിഫിക് നമ്പറിലോട്ടാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഇബ്ഡ എന്ന് പറയുന്ന ആൽഗോരിതത്തിന് ഫീഡ് ചെയ്യുന്നത്. നമ്മുടെ കറണ്ട് ടൈമും കറണ്ട് പ്രൈസും നമ്മുടെ ലിക്വിഡിറ്റി പൂളും. സോ ഇബ്ഡയിൽ പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കുറച്ച് ടൈമിങ്സ് ഉണ്ട്. ആ ടൈമിങ്സിനാണ് നമ്മൾ മാക്രോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ മാക്രോസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ഓരോ അവറിന്റെ എൻഡിങ്ങിന്റെ 45 തൊട്ട് ഒരു പുതിയ അവറിന്റെ സ്റ്റാർട്ടിങ് 15 മിനിറ്റ്സ് വരെയാണ്. ഈ ടൈമിങ്സ് ആൾക്കാർ പല രീതിയിലും പറയാറുണ്ട്, പക്ഷെ ഇതാണ് എക്സാക്ട് ടൈമിങ്സ്. നമ്മുടെ എന്താ പറയാ, XX45 to XX15 ഈ ഒരു ടൈമിങ്സ് ആണ് നമ്മുടെ മാക്രോ ടൈം. അപ്പൊ ഇതൊരു പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ളൊരു ടൈമാണ് നമ്മുടെ ആൽഗോരിതത്തിനകത്ത്. സോ ആൽഗോരിതം എപ്പം ഈ ഒരു കറണ്ട് ടൈം ഇതാണ്, കറണ്ട് പ്രൈസ് ഇതാണ്. അപ്പൊ എക്സാക്ട്ലി ഞാൻ എപ്പോഴാണ് ഈ ഒരു 2700 പോകാൻ പോകുന്നത്, എന്റെ ഈ ഒരു ടൈം വിൻഡോയിൽ വരുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഓക്കെ, ആ ഒരു ടൈം വിൻഡോയിൽ വരുന്നത് വരെ പ്രൈസ് അവിടെ കടന്ന് ലാഗ് അടിച്ച് പൊങ്ങി കറക്റ്റ് ആ ഒരു ടൈം വിൻഡോ ആകുമ്പോഴത്തേക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ആവും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു എക്സാക്ട് ടൈമില് ഒരു ഫൈനൽ മാനിപ്പുലേഷനും നടത്തിയിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതുവരെ പ്രൈസ് അവിടെ നമുക്ക് എന്താ പറയാ, ആ ഒരു സീരീസ് ഓഫ് ആവശ്യമില്ലാത്തൊരു ക്യാൻഡിൽസിനെ പറയുന്നതാണ് ടൈം ഡിസ്റ്റോർഷൻ. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ മലയാളത്തിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. അതേപോലെ നമ്മളൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് 2 മോഡറേറ്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് ടൈമിലും ഓൺലൈനായിട്ടുള്ളവർ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യും. എല്ലാ അസറ്റ് ക്ലാസ്സസും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനൽ വളരെ ഫ്രീ ആണ്. ഈ വീഡിയോയുടെ താഴെയും ലിങ്ക് കാണും. നിങ്ങൾക്ക് ആ ചാനൽസിൽ നമ്മൾ തുടങ്ങിയ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം അഡ്വാൻസ്ഡ് സ്റ്റഡീസും കാര്യങ്ങളും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ടെലഗ്രാം ചാനലിൽ. നമുക്ക് അതേപോലെ യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത വീഡിയോസും ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം ഡിസ്റ്റോർഷൻ നമ്മുടെ പ്രൈസ് ഒരു ടൈം എത്തുന്നത് വരെ ഇബ്ഡ ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പൊ ലൈക്ക് ആൾക്കാർ ഇവിടെ സെല് ചെയ്യാൻ നോക്കും, ഓക്കെ, പിന്നെ ഇവിടെ സെല് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഇത് പ്രൈസ് താഴ്ന്നാണുമ്പോൾ ഇവിടെ സെല് ചെയ്യാൻ നോക്കും, പ്രൈസ് പൊങ്ങുന്നാണുമ്പോൾ തിരിച്ച് ബുള്ളിഷ് ആകുമ്പോൾ ബൈ ചെയ്യാൻ നോക്കും. ഇത് ചുമ്മാ ടൈം ഡിസ്റ്റോർഷൻ ആണ്. ഈ ഒരു ടൈം ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നതും ഒരു റേഞ്ചിന്റെ മിഡിലോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ എന്താ നിങ്ങൾക്ക് ഈ ഒരു ടൈം കൊണ്ട് അറിയായിരിക്കും, ഈ റേഞ്ചും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ എന്താണ്. ആ ഒരു എക്സാക്ട് പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ മാനിപ്പുലേഷൻ ലെഗോടെയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു മാക്രോ ടൈമിങ്ങില്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു ടൈം ആണ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് വേരിയബിൾ. പ്രൈസോ നമ്മുടെ PDRSO അല്ല. PDRSും കാര്യങ്ങളും ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടൈമും കറണ്ട് പ്രൈസും ആണ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഈ ഒരു എന്നോട് ഒരുപാട് കമന്റ്സിൽ വരുന്നുണ്ട്, ലൈക്ക് നമുക്ക് റിയൽ ചാർട്ടിൽ എക്സാമ്പിൾസ് കാണിക്കാം. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഫെമിലറൈസ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഇയർ ഫുള്ള് നിങ്ങളെ പ്രൈസ് ആക്ഷൻസിലൂടെ റിയൽ ടൈം ചാർട്ട്സിലൂടെ നമ്മൾ വാക്ക് ത്രൂ ചെയ്യാൻ പോവാണ്. ഈ ഇയർ ഫുള്ള് നിങ്ങളോട് ഞാൻ ഉണ്ടായിരിക്കും. ഞാനും എൻ്റെ ടീം നിങ്ങളോട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടെലഗ്രാം ചാനലിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ വീഡിയോയുടെ ഫൈനൽ ടോപ്പിക്കായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു സ്പെസിഫിക് ആൽഗോരിതം വർക്ക് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യാനുണ്ട്. ആ ഒരു കണ്ടീഷൻ ആണ്
ആ ഒരു കണ്ടീഷനിലെ കമ്പ്യൂട്ടർ അൽഗോരിതംസ് ഫുള്ള് നമ്പേഴ്സിന്റെ ബേസിലാണ്. സോ ആ ഒരു 3 കണ്ടീഷൻസ് ആണ് 3, 6, 9 എന്നുള്ള ഒരു കണ്ടീഷൻ. സോ നിങ്ങളുടെ റിവേഴ്സൽ ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിവേഴ്സൽ ഡേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് 12th of April 2025 ആ ഒരു 12th of April 2025 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് നമ്പർ ആണോ കിട്ടുന്നത്, ആ ഒരു ഡേയിൽ നമ്മുടെ മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ ആ ഒരു ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ നമുക്ക് 369 എന്നുള്ളൊരു നമ്പർ ആണോ? സോ ഇത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഇബ്ഡ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് യൂട്യൂബിൽ പറയാൻ പറ്റില്ല, നമ്മുടെ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യും. സോ നമ്മുടെ ടൈം ബേസ്ഡ് ആയിട്ട് ഒരു സ്പെസിഫിക് വീഡിയോ നമ്മൾ ഇൻ ദ ഫ്യൂച്ചർ റിലീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ കയറി വാച്ച് ചെയ്യാം. ടെലഗ്രാമിലായിരിക്കും നമ്മൾ റിലീസ് ചെയ്യുന്നത്. സോ നമ്മുടെ ടൈം കോൺസ്റ്റൻസും നമ്മുടെ ഇബ്ഡ ടാപ്ഡ സീരീസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. സോ നെക്സ്റ്റ് വീഡിയോ വരാം. ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.